പ്രൈസ് ദി ലോർഡ്. സഭയുടെ സത്യവിശ്വാസം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാലത്തിനൊത്ത് മാറ്റപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ ലോകത്തിന്റെ കയ്യടികൾ നേടാൻ തിരുത്തപ്പെടേണ്ടതാണോ? തലമുറകളായി സഭയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയുടെ സത്യ പ്രബോധനങ്ങൾ. കർത്താവായ യേശുക്രിസ്തു തന്റെ ഹൃദയരക്തം ഊറ്റിത്തന്ന് വീണ്ടെടുത്ത സഭയിൽ രക്തസാക്ഷികളിലൂടെയും വിശുദ്ധരിലൂടെയും സ്ലീഹന്മാരിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ട സത്യവിശ്വാസ പ്രബോധനങ്ങളിൽ വെള്ളം ചേർത്താൽ സംഭവിക്കുന്ന അപജയങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഒത്തുതീർപ്പിലൂടെയും കോംപ്രമൈസിലൂടെയുമാണോ സഭ ആദിമ നൂറ്റാണ്ടുകളിൽ ലോകത്താകമാനം പടർന്ന് പന്തലിച്ചത്? ഇരു കാലഘട്ടത്തിൽ സത്യവിശ്വാസ പ്രബോധനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ വെള്ളം ചേർക്കപ്പെടുന്ന വിഷയത്തിൽ അത് സഭയിൽ സൃഷ്ടിക്കുന്ന അപജയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവിധ വിഷയങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിയായ വിശുദ്ധ പൗലോസ്ലീഹായുടെയും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹായുടെയും തിരുനാൾ ദിനത്തിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. സഭയുടെ പ്രബോധനങ്ങളിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറായിരുന്നില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സഭയുടെ സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ജോജി, സഭയുടെ സത്യവിശ്വാസം ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. നമ്മൾ ഈ ഒരു വിഷയം, ഈ സത്യവിശ്വാസ പ്രബോധനവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കാരണങ്ങളുണ്ട്. നമ്മൾ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളെ കുറിച്ച് വിവിധ പ്രോഗ്രാമുകളിലൂടെ ഷെക്കീനയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സത്യവിശ്വാസ പ്രബോധനങ്ങൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു സത്യവിശ്വാസം? അതിനെപ്പറ്റി നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അല്ലെ? ഈ മാറുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും വെള്ളം ചേർക്കപ്പെടുന്നത് സഭയുടെ ഈ സത്യവിശ്വാസ പ്രബോധനങ്ങളിലാണ്. നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെയൊക്കെ ഒരു കൈയടി നേടാൻ, അല്ലെങ്കിൽ ചിലരെയൊക്കെ ഒരു പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസ പ്രബോധനം വെള്ളം ചേർക്കപ്പെടുന്നു. അത് വലിയൊരു അപജയം തന്നെയാണ് സഭയിൽ സൃഷ്ടിക്കുന്നത്. കാരണം സഭ എന്ന് പറയുന്ന ഒരു ഭൗതിക സംവിധാനമല്ല. അത് പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്, അല്ലെ? സഭയുടെ ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ പവറാണ്. ആ സ്പിരിച്വൽ പവറിനെ ഡിമിനിഷ് ചെയ്യാൻ ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ വളരെയധികം കാരണമാകുന്നുണ്ട് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ, അല്ലെ? ജോർജി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ പ്രസക്തമുള്ളതാണ്. നമ്മുടെ ഈ ഷെക്കന ന്യൂസ് പലപ്പോഴും ഈ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഈ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ റീസണിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ഇതിൻ്റെ ഒരു ബേസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇതെല്ലാം ഈ സത്യവിശ്വാസം എന്നുള്ള ഡീവിയേഷൻസ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ സത്യവിശ്വാസത്തെ ടീച്ച് ചെയ്യാത്ത കൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ വളരെ വ്യക്തമായി കൊടുക്കാത്തതിനുള്ള ഒരു വലിയ പരാജയമാണ് പലപ്പോഴും ഇതെല്ലാം കാരണമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, സഭയുടെ സത്യവിശ്വാസം തലമുറകളായി കിട്ടിയ ആ ഒരു സത്യവിശ്വാസത്തിന്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ആ ഒരു വില, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എസൻസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, പരസ്പരം പങ്കുവെക്കണം, പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതിനെക്കുറിച്ച് പ്രബോധനം നൽകണം. അപ്പൊ അത് വളരെ വ്യക്തമാണ് ശരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ബേസ് വരുമ്പോൾ ഞാൻ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ദേവുസ് കരിത്താസ് എസ് എന്ന തന്റെ ആദ്യ ചാക്രിക ലേഖനത്തില് പരിശുദ്ധ പിതാവ് സഭയോട് ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തീയ വിശ്വാസം എന്നാൽ അത് ധാർമ്മികമായ ഒരു തെരഞ്ഞെടുപ്പോ ഒരു ഉയർന്ന ജീവിതശൈലിയോ അല്ല. അതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട്. മറിച്ച് അതൊരു വ്യക്തിപരമായ കണ്ടുമുട്ടലാണ്, ഒരു സംഭവവുമായി, ഒരു വ്യക്തിയുമായി ഒരു എൻകൗണ്ടർ. പത്രോസ്ലീഹായ്ക്ക് എൻകൗണ്ടർ പറയുകയാണെങ്കിൽ 3 തവണ ഈശോ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ? അത് അതിന് മുമ്പുള്ള ആ ഒരു ദൈവാനുഭവം പോലല്ല, അത് വളരെ ഒരു ഡീപ്പായി എൻകൗണ്ടർ. അതിൽ നിന്ന് പത്രോസിന് എല്ലാ കാര്യം മനസ്സിലായി. പൗലോസ്ലീഹയുടെ വളരെ വ്യത്യസ്തമാണ്. പൗലോസ്ലീഹായെ കുതിരപ്പുറത്ത് നിന്ന് അടിച്ച് താഴെ ഇടുകയാണ്.
വളരെ വ്യക്തം. കാരണം പൗലോസ്ലീഹ എന്ന് പറയുന്നത് ഒരു ശരിക്കും ആ ഒരു കാലഘട്ടം നമുക്ക് ഒരു മത തീവ്രവാദി തന്നെയാണ്. ആ മത തീവ്രവാദിനെയാണ് കുതിരപ്പുറത്തുനിന്ന് കർത്താവ് താഴെയിട്ട് പിന്നെ കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധമായിട്ടുള്ള ഒരു തീക്ഷ്ണതയിലേക്ക് വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയൊരു മിഷണറി എന്നൊരു തലത്തിലേക്ക് പൗലോസ്ലീഹയെ ദൈവം ഉയർത്തിയാണ്. അപ്പൊ രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളായ ഒരു എൻകൗണ്ടർ കൊടുക്കുകയാണ്, ശരിയല്ലേ? അപ്പൊ അതിനുശേഷം രണ്ടുപേരും മാറുകയാണ്. അപ്പൊ അവരുടെ പ്രത്യേകം അവരുടെ ഈ ഫീസ്റ്റിൽ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മളത് അവതരിപ്പിക്കുമ്പോൾ വളരെ വളരെ പ്രാധാന്യമുണ്ടത്. അപ്പം നമ്മുടെ ഈ ഒരു വ്യക്തിപരമായ യേശു ക്രിസ്തുമായിട്ടുള്ള കണ്ടുമുട്ടൽ, അല്ലെങ്കിൽ യേശു എന്നൊരു വ്യക്തിയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രം. യേശുവിന്റെ പഠനമാണ്, യേശുവിന്റെ ജീവിതമാണ്, യേശുവിന്റെ കുരിശുമരണമാണ്, യേശുവിന്റെ ഉദ്ധാനമാണ്. അതാണ് നമ്മുടെ മുഴുവൻ നമ്മുടെ ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് കുറച്ച് ആശയങ്ങളോ കുറച്ച് പുസ്തകങ്ങളോ അല്ലെങ്കിൽ കുറച്ച് അതൊന്നും അല്ല. അത് വളരെ വളരെ വ്യക്തമാണ്. അതാണ് നമ്മുടെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സൗ പഠിപ്പിക്കുന്നത്. പത്രോസിന്റെയും പൗലോസിന്റെയും ഒരു ലീഡർഷിപ്പിൽ മറ്റുള്ള എല്ലാ അപ്പസ്തലന്മാരും ഉണ്ടായിരുന്നു, എങ്കിലും ഇവരാണ് വളരെ പ്രൊമൈൻഡ് ആയിട്ടുള്ള ലീഡേഴ്സ്. നെടുന്തൂണുകൾ അവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലൊക്കെ പോകുമ്പോൾ വളരെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഫീലാണ് അവരുടെ ഒരു സ്റ്റാച്യു ഒക്കെ കാണുമ്പോൾ. സഭയുടെ നെടുന്തൂണുകളായിട്ട് നിൽക്കുന്ന പത്രോസ്ലീഹയും പൗലോസ്ലീഹയും. ജോർജ് ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വേറെ സംഭവം ഓർക്കാണ്. AD 452 മഹാനായ ലിയോ പോപ്പ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഹൂണ രാജാവായിരുന്ന ആറ്റില എന്ന് പറയുന്ന ഒരു ശക്തനായ രാജാവ് വലിയൊരു സൈന്യവുമായിട്ട് എല്ലാം കീഴടക്കിയ റോമിനെ വത്തിക്കാനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ സംഭവിച്ച അവിടെ നമ്മളിപ്പം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പറയുന്നത് പോപ്പും രാജാവും തമ്മിൽ എന്തോ സംസാരിച്ചു. ഈ ശക്തനായ രാജാവ് ഒന്നും സംസാരിക്കാതെ ആ വാക്ക് കേട്ടുകൊണ്ട് വത്തിക്കാനെ അറ്റാക്ക് ചെയ്യാതെ മടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആ ഒരു വിശ്വാസ സമൂഹത്തില് സഭയുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാവ് കണ്ടത് പോപ്പിന്റെ പുറകില് ആകാശം മുട്ടോളം നിൽക്കുന്ന പത്രോസിനെയും പൗലോസിനെയാണ്. അവരുടെ കയ്യിൽ വാളും ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ജീവൻ മണെ മടങ്ങിപ്പോവാൻ. അത് മിക്കവാറും പൗലോസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഈ പത്രോസിനും പൗലോസിനും പറയാണ് അവരുടെ ആ ഒരു വത്തിക്കാനിലെ ആ ഒരു പിക്ചർ. അപ്പൊ അതിനെല്ലാം അപ്പം അവര് മരണശേഷവും ഒരു വിശ്വാസത്തിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസ്. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പത്രോസ്ലീഹയുടെയും പൗലോസ്ലീഹയുടെയും ഒരു പ്രബോധനങ്ങൾ ജോർജ് സൂചിപ്പിച്ച ലീഡർഷിപ്പിലേക്കൊക്കെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്നത് കൃത്യവും വ്യക്തവുമായിരുന്നു. അപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് അവർ പറയുമ്പോൾ അവരുടെ ലേഖനങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ടുകൂടി കൃത്യമായിട്ട് മനസ്സിലായി യാതൊരു കൺഫ്യൂഷൻസും അതിൻ്റെ അകത്തില്ല. യെസ് ഓർ നോ. അതിനപ്പുറത്തേക്ക് ഒരു കൺഫ്യൂഷൻ അത് കേൾക്കുന്നവർക്കോ ശ്രവിക്കുന്നവർക്കോ ഇല്ല. കാരണം അത് കർത്താവിനെ പ്രതി, അത് കർത്താവിന്റെ പ്രബോധനങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ അത് ആർക്ക് എന്ത് വേണമെങ്കിലും തോന്നിക്കോട്ടെ, പക്ഷെ കർത്താവിന് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ കർത്താവ് ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത മാത്രമേ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രബോധനങ്ങളെ സംബന്ധിച്ച് അണുവിട വ്യതിചലിക്കാൻ അവർ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. വ്യക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അതിനെപ്പറ്റി യാതൊരു കൺഫ്യൂഷൻസോ ഒന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. നമുക്കറിയാം ഈ രക്തസാക്ഷികളിലേക്ക് ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് ഒരു യെസ് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഭൗതികമായി ഒത്തിരി നേട്ടം ലഭിക്കുമല്ലോ. സ്വന്തം ജീവനെ പോലും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വിശ്വാസ കാര്യങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് രക്തസാക്ഷികൾക്ക് സ്വന്തം ജീവൻ തന്നെയാണ്. അതിലൊരു തരത്തിലും വെള്ളം ചേർക്കുവാൻ അല്ലെങ്കിൽ അധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ അല്ലെങ്കിൽ കൂടെ ഉള്ളവരുടെ ഒരു സൗഹൃദം പിടിച്ചു പറ്റുവാൻ അവരെന്ത് വിചാരിക്കും എന്നതൊന്നും അല്ല. കർത്താവ് എന്ത് വിചാരിക്കും, സ്വർഗം എന്ത് വിചാരിക്കും, ഈ വിഷയത്തിൽ കർത്താവ് യേശുക്രിസ്തു എന്ത് ചിന്തിക്കും എന്നത് മാത്രമായിരുന്നു അവരെ നയിച്ചത്. അത് എടുത്തു പറയേണ്ടതാണ് അല്ലെ. അവരുടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മുക്കുവനായ പത്രോസ്, നമുക്ക് വലിയൊരു ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ അറിവോ അല്ലെങ്കിൽ പഠനമോ അല്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു പത്രോസ്. അദ്ദേഹം അപ്പസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം പകുതി കാണുകയാണ്. ഒരു വലിയ പ്രസ്താവന അല്ലേ. അതൊരു റെവലേഷനാണത്. പത്രോസിന്റെ ആത്മാവില് പ്രകാശിച്ച ഒരു വലിയൊരു വെളിപാടാണത്. എന്താ പറയുന്നത്, ആകാശത്തിന് കീഴെ മറ്റാരും രക്ഷയില്ലെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പൊ ജോർജ് പറഞ്ഞ പോലെ ആ ടീച്ചിങ്സിനുണ്ടാകുന്ന ആ വളരെ കൃത്യത, വളരെ പ്രിസൈസ് ആണ്. അത് ക്ലാരിറ്റിയാണത്. വളരെ പ്രിസൈസ് ആണ് അവരുടെ. അത് പിന്നെ പത്രോസിന്റെ ആണെങ്കിലും പൗലോസിന്റെ ആണെങ്കിലും വാഴ്ത്തി ആരും അങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെ മാത്രം. ഞാൻ അത് പറയുമ്പോൾ സംഭവം ഓർക്കുകയത് ഈയിടെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം വിട്ടുപോയ ഒരു പെൺകുട്ടിയുടെ ഒരു അനുഭവത്തിൽ പറയുന്നത്, ആ പെൺകുട്ടി പറഞ്ഞത് അത് എന്ത് വായിക്കോട്ടെ പറഞ്ഞത്, ഞാൻ വന്ന ഈ പുതിയ ഈ ഒരു വിശ്വാസത്തില് അവിടെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയെന്നോ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. എന്നാല് ഞാൻ ആയിരുന്ന പഴയ അതെ അതെ അപ്പൊ ആ പെൺകുട്ടി പറയണേ, ഞാൻ ആയിരുന്ന ക്രൈസ്തവ വിശ്വാസത്തില് അത് അങ്ങനെയും ഇങ്ങനെയാ ഒരുമാതിരി തന്നെ പറയും, ഈ അവയിൽ പെരുവാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സ്. ഞാൻ നമ്മളൊരിക്കലും സമൂഹത്തിന്റെ ചില സമ്മർദ്ദങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ പ്രത്യേകമായ സാഹചര്യം അനുസരിച്ചോ ഏതൊരവസ്ഥ അനുസരിച്ചോ
ഡീവീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനോ പറ്റുന്നതല്ല നമ്മുടെ വിശ്വാസം. വളരെ സോളിഡ് ആണ് ഇരിക്കുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ വളർന്നു വന്ന ആദ്യകാല സഭ എന്താ പറയുക, അവിടെ വിശ്വാസികളെല്ലാം കൃപാവരം സമൃദ്ധമായിരുന്നു പറഞ്ഞു. ജോലിയോട് പറഞ്ഞതിനെ കുറിച്ച്. കാരണം വെച്ചാൽ അവർ തിരിച്ചറിഞ്ഞു ക്രിസ്തു വിശ്വാസികളായ ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, സ്പിരിച്വൽ പവറാണ്, ആത്മീയ ശക്തിയാണിത്. അതിന് യാതൊരു മാറ്റവുമില്ല. ഞാനൊരു വേറൊരു ബൈബിളിൽ നിന്ന് ഭാഗങ്ങൾ പറയാം. ഈ യുദ്ധത്തിന്റെ പുസ്തകത്തിൽ ഹോളോഫർണസ്, ശക്തനായ സേനാധിപന്, ഒരുപാട് സേനയുണ്ട്, ഇസ്രായേൽ എന്നൊരു പൊട്ടുള്ള രാജ്യം. അപ്പൊ ഈ കാനാൻ ദേശത്തുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും വന്ന് ഈ ഒരു സനാതന മുമ്പിൽ വാള് വെച്ച് കീഴടങ്ങി ഞങ്ങൾ യുദ്ധത്തിനില്ല, ഞങ്ങളുടെ സാമന്തരായിക്കോളാം എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ മാത്രം അവർക്കെതിരെ നിന്നു, ഒരു യുദ്ധത്തിന് തയ്യാറായി. ഉടനെ ഈ സേനാധിപൻ ചോദിക്കുകയാണ്, കാനാനിലെ ഏതാണ് ഈ ജാതി, ഇവരുടെ ശക്തി എന്തിനാണ് അടങ്ങിയിരിക്കുന്നത്? ഇവർ ഞാൻ പറയാം, വിശ്വാസം വളരെയേറെ വികൃതമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തില്, വിശ്വാസത്തെ തള്ളിക്കളയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളെ വളരെയേറെ ഡിവീറ്റ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തില് ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഏതിലാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ, വിശ്വാസികളുടെ ശക്തി അടങ്ങിയിരിക്കുന്നത്? അതവരുടെ വിശ്വാസത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന ഭൗതികമായിട്ടുള്ള സ്ട്രക്ചറോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സപ്പോർട്ടോ പൊളിറ്റിക്കൽ പവറോ മണി പവറോ അല്ല സഭയുടെ ഒരു യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ജോജി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നുണ്ട് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ. സഭയുടെ ശക്തി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ്, മണി പവർ, അല്ലെങ്കിൽ കാണുന്ന ഈ സ്ട്രക്ചർ, നമ്മൾ പുറമേ കാണുന്ന ഭൗതികമായിട്ടുള്ള അതല്ല. അതായത് സഭയുടെ പവർ എന്ന് പറയുന്നത് സ്പിരിച്വൽ പവറാണ്. ആ സ്പിരിച്വൽ പവർ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? 2000 വർഷങ്ങളായി കർത്താവ് പകർന്നു തന്ന ആ സത്യവിശ്വാസ പ്രബോധനങ്ങൾ ആണ് ആ സ്പിരിച്വൽ പവറിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ എന്ന് മുതൽ വെള്ളം ചേർക്കപ്പെടാൻ തുടങ്ങിയോ അന്ന് മുതൽ ആരംഭിച്ചു ചില കോണുകളിൽ, ചില ഭാഗങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അപജയങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ് കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇത്തരത്തിൽ, അതായത് ഇപ്പം കാലത്തിനൊത്ത് മാറണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ പണ്ട് പത്രോസ്ലീഹയുടെയും പൗലോസ്ലീഹയുടെയും ഒക്കെ ഒരു കാലഘട്ടം പോലെ അല്ല ഇന്നത്തെ കാലഘട്ടം. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ചില കോംപ്രമൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ സഭയിലേക്ക് ചിലരൊക്കെ ആകർഷകരാക്കപ്പെടുകയുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, അത്തരത്തിൽ വെള്ളം ചേർത്ത് ഈ സഭയിലേക്ക് കൊണ്ടുവരുന്ന എത്ര പേർ സഭയുടെ സത്യവിശ്വാസത്തിൽ ഇവർ അവകാശപ്പെടുന്നു, കൊണ്ടുവരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ വന്നെങ്കിൽ പോലും എത്ര പേർ സഭയുടെ സത്യവിശ്വാസത്തിൽ ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ ഒരു എൻകൗണ്ടർ അവർക്ക് ലഭിക്കുന്നുണ്ട്? ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു ആരവം ഉണ്ടായിരിക്കാം, ജനക്കൂട്ടത്തിന്റെ ഒരു ആരവം ഉണ്ടായിരിക്കാം. പക്ഷെ പിറ്റേന്ന് അവരൊക്കെ ഈ പള്ളിയിലോ അല്ലെങ്കിൽ സത്യവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് പലരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അതെ, ഞാൻ പറഞ്ഞു ജോർജി, നമ്മൾ കാതലായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ രഹസ്യങ്ങള് അതിനെക്കുറിച്ച് വ്യക്തവും വളരെ കൃത്യവുമായി പഠിപ്പിക്കാതെ, അല്ലെങ്കിൽ അങ്ങോട്ട് ജനങ്ങളെ ആകർഷിക്കാതെ മറ്റ് കാട്ടിക്കൂട്ടുന്ന മറ്റേതൊരു കൂട്ടങ്ങൾ കൊണ്ടൊന്നും ജനം കർത്താവിലേക്ക് കടന്നു വരികയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ പള്ളികളിലൊക്കെ നമ്മൾ യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ, ഞാൻ ജോർജിനെ കുറിച്ച് നമ്മൾ കാണുന്ന പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ അതൊന്നും അതൊന്നും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ട് അതൊക്കെ ഒരു ജസ്റ്റ് ഒരു പ്രൈമറി സ്റ്റെപ്പ് മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുകയാണെങ്കിൽ ആത്യന്തികമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഒരു പ്രൈമറി സ്റ്റെപ്പ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് കണ്ടക്ട് ചെയ്യുന്ന ആ വ്യക്തിക്ക് എന്താണ് ഈ വിശ്വാസത്തിന്റെ ഈ ഒരു ശക്തിയെന്നും, എന്താണ് ഈ ഒരു വിശ്വാസത്തിന്റെ മഹത്വം ും എന്താണ് ഇതിന്റെ ആഴമെന്നും ഒക്കെ ഉള്ള വ്യക്തമായ ബോധത്തോടു കൂടി അങ്ങോട്ട് മെല്ലെ മെല്ലെ നയിക്കാനുള്ള അതിനുള്ള ഒരു വലിയ പ്രവർത്തന ശൈലി നമ്മൾ രൂപീകരിക്കപ്പെടണം. അതില്ലാതെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ക്രിസ്തുവിനോട് ജനം നിൽക്കുക, ഉറപ്പായിട്ട് ആരും നിൽക്കുക. അതാണ് മറ്റൊരു കാര്യം. അതുപോലെ ഞാൻ ജോർജ് പറഞ്ഞ മറ്റൊരു പോയിന്റ് പറഞ്ഞു, ഈ സോഷ്യലൈസേഷൻ ഇപ്പം കാലം മാറി, അനുരൂപീകരണം. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, അതാണ് സംഖ്യയുടെ പ്രോസസ് വളരെ വേറിട്ട് പാർക്കുന്ന ജനം, ജനതകളോട് ഇടകലരാത്ത ജനം. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമ്മൾ ആരുടെ മിണ്ടരുന്നല്ല, മറിച്ച് നമ്മുടെ മേല് ദൈവം ഇട്ടിരിക്കുന്ന ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിളിയുടെ സവിശേഷത, വിശുദ്ധിയുടെ ഒരു പുതപ്പ്, വേർപാടിന്റെ പുതപ്പ്. നമ്മൾ അനുരൂപരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ കൾച്ചറിനെയും വ്യക്തികളെയും ഒക്കെ ഇവഞ്ചലൈസ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തികളാണ്. അതിനെക്കുറിച്ച് ഈ പലപ്പോഴും സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ പോകുമ്പോൾ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, അതിനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതാണ് അത് വലിയൊരു കാര്യം. അത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പലപ്പോഴും ഈ വിശുദ്ധ പത്രോസ്ലിഹയും പൗലോസ്ലിഹയും ഒക്കെ എന്ന് പറയുന്നത് ഈ തെറ്റാന്ന് മുഖത്ത് നോക്കി പറയാനൊരു ചങ്കൂറ്റം ഉണ്ടായിരുന്നു. അത് വിശ്വാസികളോടായിക്കോട്ടെ, മറ്റ് വ്യക്തികളോടായിക്കോട്ടെ, ലോകത്തിൻ്റെതായിട്ടുള്ള വ്യക്തികളോടായിക്കോട്ടെ. പക്ഷെ പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ സഭയുടെ പ്രബോധനം അനുസരിച്ച് തെറ്റാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പോലും തെറ്റാന്ന് പറയാനുള്ള ധൈര്യം പലപ്പോഴും
ഇല്ലാതെ പോകുന്നു. അതെ. അതാണ് വലിയൊരു അപജയം എന്ന് പറയുന്നത്. അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, യൂത്ത് എന്ത് വിചാരിക്കും? ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ 2018 ഈ അന്നത്തെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായിരുന്ന കർദിനാൾ റോബർട്ട് സാറയുടെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. 2018 അദ്ദേഹം ഈ നടന്ന മെത്രാന്മാരുടെ സിനഡിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഒരു പോയിന്റ് ഇതാണ്: ലൈംഗികത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാലാകാലങ്ങളായുള്ള കത്തോലിക്ക സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളിൽ ചുരുക്കം ചില യുവജനങ്ങളെ എതിർക്കുന്നു എന്ന കാരണത്താൽ വെള്ളം ചേർക്കുന്നത് ശരിയല്ലെന്ന് വത്തിക്കാൻ ആരാധന തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ റോബർട്ട് സാർ. ചിലർ എതിർക്കുന്നു എന്ന കാരണത്താൽ സഭാപ്രബോധനങ്ങൾ അവ്യക്തമോ മാറ്റപ്പെടേണ്ടതോ അല്ലെന്നും, മറിച്ച് തിരുസഭയും അജപാലകരും ക്രൈസ്തവ ആശയങ്ങളെ ധൈര്യപൂർവ്വം ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടതെന്നും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച സിനഡ് മെത്രാന്മാരോട് കർദിനാൾ പറഞ്ഞു. വളരെ വ്യക്തമാണ് അതിനകത്ത്. അവിടെ വളരെ വ്യക്തമായി കർദിനാൾ പറയാണ്, ഈ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, സഭയോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിങ്ങളിലൊരു മായം ചേർക്കല്ല വേണ്ട, തീർപ്പാടില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ സെയിന്റ് അത്തനീഷ്യസ് ആദ്യകാലത്ത് ഒരു വലിയ സഭാപിത പറയാണ്, സഭയുടെ സത്യവിശ്വാസത്തെ പിന്തുടരുന്നവര് വിരലെണ്ണാവുന്നവർ മാത്രമാണെങ്കിലും അവരാണ് യഥാർത്ഥ സഭ. അപ്പൊ അവര് വിട്ടുപോകൂ, ഇവര് വിട്ടുപോകൂ, അല്ലെങ്കിൽ നമ്മൾ അവരെ കൂട്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ ചിന്തിച്ച് നമ്മൾ അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് കർത്താവ് പറഞ്ഞു അതിൽ നമ്മൾ ഉറച്ചു. അത് ഒരു വ്യക്തി, നോഹയുടെ ഇപ്പൊ നമ്മൾ ആ ഒരു നോഹയുടെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ, നോഹ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബവും കുടുംബം പിന്നീട് അതാണല്ലേ. അപ്പൊ ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ തന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ ഒറ്റ വ്യക്തി മാത്രം മതി. മറുപടി പറയുകയാണെങ്കിൽ ഈ ദാനിയേലിന്റെ ആ ഒരു പുസ്തകത്തിൽ കാണുന്നുണ്ട്, സൂസന്നെ കൊലക്കടത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും, ആരൊക്കെയാണ് എതിർക്കേണ്ടത് അവരെല്ലാവരും ആ രീതിയിൽ സൂസന്നെ കുറ്റക്കാരി എന്ന് പറയും. എന്നാൽ ദാനിയേൽ മാത്രമേ വിളിച്ചു പറഞ്ഞുള്ളൂ. ചിന്തിച്ചില്ല അതാ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സ്വരമായി മാറുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ സത്യവിശ്വാസത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടക്കുന്നുണ്ട്. അത് ഉള്ളുന്നുണ്ട്, പുറത്തുനിന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ വളരെ അങ്ങനത്തെ ഒരു കാര്യം, പുറമേ നിന്നുള്ള ആക്രമണം ശക്തമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉള്ളിൽ ഉണ്ടാകുന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു ചോർച്ച തന്നെയാണ്. അതെ. അപ്പൊ ഈ അന്തഃഛിദ്രമുള്ള ഭവനം നശിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബം, 6 കുടുംബമാണുള്ളത്. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ വളരെയേറെ ഒരു ശ്രദ്ധയോട് ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം വെച്ചാൽ നമ്മുടെ സത്യവിശ്വാസത്തെ ആക്രമിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അതിന് പുറകെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ വളരെ വളരെ പ്രബലമാണത്. ഒരു കാലത്ത് നമുക്കറിയാം, മൈറ്റി പില്ലർ പോലെ പൊങ്ങി നിന്ന വെസ്റ്റിന്റെ, യൂറോപ്പിന്റെ വിശ്വാസം ഇന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ ദുഃഖകരമായ കാഴ്ചയാണിത്. ഇതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഞാൻ പറഞ്ഞു, ഈ പ്രാക്ടീസിങ് ഫെയ്ത്ത്ഫുൾ എത്ര പേരുണ്ടാവും എന്ന് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല പല രാജ്യങ്ങളിൽ ഇന്ന് വലിയ ഈ പരമ്പരാഗതമായി ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ വിശ്വാസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വാസ ജീവി എത്ര പേരുണ്ടാവും? വളരെ കുറവാണ്. അതെ. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. അതായത് സഭ വളരുന്നില്ല, അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു തകർച്ച സംഭവിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്പിരിച്വൽ പവറിൽ ഉണ്ടാവുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ ലോസ് ആണ്. നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ ആദിമ കാലഘട്ടത്തിൽ സഭ എങ്ങനെയാണ് വളർന്നത്? സഭ വളർന്നത് എന്ന് പറയുന്നത്, ഈ ജോജി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ 12 പേരിൽ നിന്നാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ വിശ്വസിക്കുന്ന ഒരു മതസമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം വളർന്നിരിക്കുന്നത്. അതിൽ അവർ വളർന്നത് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നില്ല. ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ആ രാജ്യത്തിലുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ അധികാരികൾ പറയും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ല. പക്ഷെ അവരതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അവരത് പഠിപ്പിച്ചു, അവരത് ചെയ്തു. ചിലപ്പോൾ അവരുടെ തല ഈ രാജാക്കന്മാർക്ക് കൊയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ചില ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അവരുടെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും അവർ തളർന്നില്ല. അവരുടെ ജീവൻ ബലി കൊടുത്തു പോലും ആ വിശ്വാസ പ്രബോധനങ്ങൾ കാത്തു സൂക്ഷിച്ചു. അത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ വിശ്വാസ പ്രബോധനം ഈ ആധുനിക കാലഘട്ടത്തിൽ എത്തുമ്പോൾ വെള്ളം ചേർക്കുന്നത് കാണുമ്പോൾ ആ വിശുദ്ധ ആത്മാക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലിരുന്ന് വിഷമിക്കുന്നുണ്ടാകും. കാരണം തങ്ങൾ ജീവൻ കൊടുത്ത് സംരക്ഷിക്കപ്പെട്ട പ്രബോധനങ്ങളിൽ പലപ്പോഴും നിസാര കാര്യങ്ങൾ പറഞ്ഞ് ലോകത്തിന്റെ കൈയടി നേടുവാൻ, ചിലരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വെള്ളം ചേർക്കുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് അവരുടെ ആത്മാക്കളൊക്കെ എനിക്ക് തോന്നുന്നു സ്വർഗത്തിലിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. ജോർജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കുന്നത്. തങ്ങളുടെ ഗുരു പകർന്നു കൊടുത്ത ആ സത്യവിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ അവർ മുൻപോട്ട് പോയപ്പോൾ അവരോടൊപ്പം കൂടിയവർ നമ്മൾ കാണുന്നുണ്ടല്ലേ. AD ആ ഒരു ആദ്യ നൂറ്റാണ്ടുകളിൽ എത്രയോ രക്തസാക്ഷികളുണ്ടായി. എന്താണ് കാരണം? എന്താ? മറ്റൊന്നിനു വേണ്ടിയല്ല, എന്തെങ്കിലും സ്വത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊന്നിനു വേണ്ടിയാ, മറിച്ച് ഒരു സത്യവിശ്വാസത്തെ പ്രതി മാത്രം. അപ്പം തങ്ങളുടെ ജീവനെ വരെ അവര് നിസ്സാരമായി കണ്ടവര്, അത്ര വിശ്വാസം തങ്ങളുടെ ജീവനേക്കാൾ ശ്രേഷ്ഠമായി കരുതി അവർ തങ്ങളുടെ ചങ്കോട് ചേർത്ത് പിടിച്ചു. അതാണ് ആദിമസഭ എന്ന് പറഞ്ഞത്. അതിന്റെ പിൻഗാമികളാണ് നമ്മൾ. അങ്ങനെയാണ് സഭ വളർന്നു വന്നത്. അതേപോലെ പറഞ്ഞ ഈ രക്തസാക്ഷികളുടെ ചുടുദിനത്താലാണ് സഭ തഴച്ചു വളർന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന്
പറയാം, പലപ്പോഴും സഭ ഒരു കൂപ്പുത്തി വീഴുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു നിസ്സംഗരെ നോക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് സത്യവിശ്വാസം പകർന്നു കൊടുക്കേണ്ട, സത്യവിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട, സത്യവിശ്വാസം വ്യാഖ്യാനിക്കേണ്ട, സത്യവിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കേണ്ട പാസ്റ്റേഴ്സ്, സഭാധികാരികൾ, നമ്മുടെ ഇടയന്മാർ, ഷെപ്പേർഡ്, അവരുടെ ആ ഒരു കടമ അവര് തിരിച്ചറിയേണ്ടത്. പല പല ഘട്ടങ്ങളിലും അവര് വളരെ പത്രോസിലും പൗലോസിലും വെളിപ്പെട്ട ആ ഒരു ധൈര്യത്തോടു കൂടി, സ്പിരിച്വൽ ആയിട്ടുള്ള ആ ശക്തിയോടുകൂടി തങ്ങളുടെ വിളി മനസ്സിലാക്കി, തങ്ങളുടെ സ്പിരിച്വൽ പവർ മനസ്സിലാക്കി, തങ്ങളെ മേൽ ദൈവം പരമേൽപ്പിച്ച ആ കടമ മനസ്സിലാക്കി, കർത്താവ് തങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തങ്ങൾക്കിത് നീക്കാൻ ആർക്കും സാധിക്കുന്ന ആത്മീയ സത്യം മനസ്സിലാക്കി, തങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് തങ്ങളുടെ മേൽ പരമേൽപ്പെട്ട വിശ്വാസം എന്നുള്ള തിരിച്ചറിവോടുകൂടി ജനത്തെ പഠിപ്പിക്കണം. തെറ്റായ പ്രബോധം ഉയരുമ്പോൾ വിളിച്ചു പറയണം. അല്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ധൈര്യത്തോടെ വിളിച്ചു പറയണം. പൗലോസ്ലീഹ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പൗലോസ്ലീഹ പല ലേഖനങ്ങളിലൂടെ നാം കാണുമ്പോൾ ഒരു സുഖിപ്പിക്കുന്ന ഒരു ലേഖനമല്ല, ഒരിക്കലും സുഖിപ്പിക്കുന്ന ലേഖനമല്ല. തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ അവരെന്ത് വിചാരിക്കും, എന്റെ വിശ്വാസി സമൂഹം എന്ത് വിചാരിക്കും, അവരിത് സ്വീകരിക്കുക, ഒന്നും ആൾക്ക് പ്രശ്നമല്ല. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നല്ല ധൈര്യത്തോടെ വിളിച്ചു പറയാൻ ചങ്കൂറ്റം വിശുദ്ധ പൗലോസ്ലീഹ കാണിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ചങ്കൂറ്റത്തിലേക്ക്, ഒരു ആർജവത്തിലേക്ക്. കാരണം നമ്മളിത് പറയുന്നത് ഒരു ഭൗതികമായിട്ടുള്ള ലക്ഷ്യം വെച്ചല്ല, കർത്താവിനെ പ്രതിയാണ് പറയുന്നത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈശോ നോക്കിക്കോളും. കാരണം സഭയുടെ ബേസ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ കർത്താവിൽ നിന്ന് വരുന്ന ഒരു ആത്മീയ ശക്തി കൊണ്ടാണ് സഭ വളരുന്നത്. അല്ലാണ്ട് ഭൗതികമായിട്ടുള്ള ചില ചർച്ചകൾ അതൊക്കെ വേണം, ആവശ്യമാണ്. ലോകത്ത് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള വളർച്ചയെ പറ്റിയൊക്കെ ചിന്തിക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഫുൾ എനർജി പലപ്പോഴും ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പറ്റിയ ഒരു അപജയം എന്ന് പറയുന്നത് ഫുൾ എനർജി ഭൗതികമായ വളർച്ച സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ള ചർച്ചകൾക്കായിട്ട്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് സഭയുടെ ഒരു ഫുൾ എനർജി പോകണ്ട എന്നല്ല, എനർജി പോകണം. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഒരു പടി മുകളിൽ ഈ പറയുന്നത് പോലെ ആത്മീയ കാര്യങ്ങൾക്ക്, സ്പിരിച്വൽ പവറിന്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സഭയുടെ എനർജിയും സഭാ സംവിധാനങ്ങളുടെ സാധ്യതകളും ഒക്കെ ഒരു പ്രയോജനപ്പെടുത്താൻ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സത്യവിശ്വാസ പ്രബോധനം എന്ന് നമ്മൾ ഷോക്കേസിൽ സൂക്ഷിക്കുന്ന കാര്യമല്ല. തലമുറകളായി നമുക്ക് പകർന്നു കിട്ടിയ അപ്പസ്തോലന്മാര്, പിന്നീട് വന്ന സഭാപിതാക്കന്മാര്, പിന്നീട് വന്ന വിശുദ്ധരായ ആത്മാക്കള്, ഇവരിൽ നമുക്ക് പകർന്നു കിട്ടിയ ഈ ഒരു സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോക്കേസിൽ സൂക്ഷിക്കല്ല, മറിച്ച് അത് നമ്മൾ പകർന്നു കൊടുക്കണം, അത് നമ്മൾ വ്യാഖ്യാനിക്കണം. വി ഹാവ് ടു ഇന്റർപ്രറ്റ്. നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ ഇപ്പം സംശയം ഉയരുന്നുണ്ട് ഒരു വിശ്വാസിക്ക്, അല്ലെ ചില ദേശങ്ങളിൽ, പ്രദേശങ്ങളിൽ ഇന്ന കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസികൾ എങ്ങനെ പോകണം, ചിലരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ എങ്ങനെ പോകണം, കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ കൺഫ്യൂഷൻ നമ്മൾ വീണ്ടും നമ്മൾ കൂട്ടുകയല്ല ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയാണ്, പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഇതാണ് വിശ്വാസം, ഇതാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത്, ഇതാണ് നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുക, ഇതാണ് നമ്മുടെ ഗുരുനാഥനമായ യേശു പഠിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ജനത്തെ അടിയുറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇടയന്മാരുടെ ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികളുടെ സമൂഹം അവരെ കുറ്റം പറയല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പെട്ടവരാണ്. ഈ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വിശ്വാസം കൈകാര്യം ചെയ്യുന്നവർ തങ്ങളുടെ കടമ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ആത്മീയ കൃപയും ചൈതന്യവും കിട്ടാൻ വേണ്ടി നമ്മൾ വിശ്വാസികൾ ഉണർന്നു പ്രാർത്ഥിക്കണം. ആത്മീയ ആയുധങ്ങൾ കയ്യിലെടുക്കേണ്ട ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ നിന്നും അത്രത്തോളം ഇപ്പൊ യുവജനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലോകത്തിന്റെ സൈഡിൽ നിന്ന് വലിയൊരു ഇൻഫ്ലോ, ഈ പാപത്തിന്റെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു ഇൻഫ്ലോ മീഡിയാസിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, മൊബൈൽ ഫോണിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെ, അവരുടെ സുഹൃത്ത് വലയങ്ങളിലൂടെ വലിയൊരു ഇൻഫ്ലോ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ആത്മീയപരമായിട്ടുള്ള ഇൻഫ്ലോ അല്ലെങ്കിൽ അത്തരം പ്രബോധനങ്ങളുടെ പമ്പിങ് എന്ന് പറയുന്നത് വളരെയധികം ശോഷണമാണ്. നമ്മളൊരു കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ഒരു ഇൻഫ്ലോ ഒരു കടൽ പോലെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് ചെറിയൊരു തോട് പോലെ, ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു അരുവി പോലെ മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ കടൽ ഈ അരുവിനെ മുക്കിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. പല സ്ഥലങ്ങളിലും ഇപ്പൊ നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല, അത് വളരെ കറക്റ്റാണ്, സത്യമാണ്. പക്ഷെ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളും, ഇപ്പൊ യൂറോപ്പിലും പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സഭയുടെ തകർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സെക്കുലർ ചിന്ത, ഭൗതികതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ഒരു സ്പിരിച്വൽ പമ്പിങ്, കലർപ്പില്ലാത്ത സത്യവിശ്വാസത്തിന്റെ ഒരു സ്പിരിച്വൽ പമ്പിങ് നൽകുവാൻ പലപ്പോഴും സഭ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ കാലാകാലങ്ങളായിട്ട് സഭയുടെ ഒരു ആത്മീയ സമ്പത്തുകളുണ്ട്. ഇപ്പൊ വിവിധ വിഷയങ്ങളെ കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞ മനോഹരമായിട്ടുള്ള, യാതൊരു തരത്തിലുള്ള കൺഫ്യൂസിങ്ങും ഇല്ലാത്ത മനോഹരമായിട്ടുള്ള ലേഖനങ്ങള്, പ്രബോധനങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ ഒരു മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലെ, നമ്മൾ ഈ ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ ഈ പൊതുസമൂഹത്തിലേക്ക് ഒക്കെ ഒന്ന് കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിട്ടില്ല? ജോർജ്, അത് വളരെ ശരിയാണ്. എല്ലാത്തിനും അതിൻ്റെ ഓരോരോ സമയങ്ങളുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇമ്മെമ്മറബിൾ മെമ്മറി എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് ശരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു തലമുറയുടെ ഒരു സമൂഹത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു 75 വർഷത്തേക്കാണ്. അത് കഴിഞ്ഞ ശേഷവും പിന്നെ പഴയ കാര്യങ്ങൾ അവർക്ക് ഓർത്തിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 100 വർഷത്തേക്ക് ഇത്തരം ഈ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ കാതലിനെ കുറിച്ച് നമ്മൾ പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, അത് എവിടെയാണെങ്കിലും ഈ എത്രമാത്രം അടിസ്ഥാനം വിശ്വാസമുള്ള സ്ഥലത്താണെങ്കിലും മെല്ലെ മെല്ലെ ആ വിശ്വാസം അത് ക്ഷയിച്ചു പോകും. അപ്പം നമ്മൾ നോക്കി ഒരു 100 വർഷം യൂറോപ്പില് അല്ലെങ്കിൽ ആഫ്രിക്കയില്, ഏഷ്യയില്, നമ്മളായിരിക്കുന്ന സമൂഹത്ത്, കേരള സഭയില് ഒക്കെ ഈ വിശ്വാസം വേണ്ട രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, ഈ വിശ്വാസം വേണ്ട രീതിയിൽ പ്രബോധിപ്പിക്കപ്പെടുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു, പിന്നീട് വന്ന തലമുറ, നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം വായിക്കുന്നതല്ല, പിന്നീട് വന്ന ഫറവോയ്ക്ക് ജോസഫിനെ കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എന്താണ് ക്രിസ്തു എന്നോ അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചത് എന്താണെന്നോ, എന്താണ് സഭയെന്നോ, എന്താണ് സഭയുടെ വിശ്വാസ സത്യങ്ങളെന്നോ ഒന്നും നമുക്ക് വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഒരു സമൂഹം ഉറപ്പായിട്ടും വളർന്നു വരും. അവിടെ ജോർജ് പറഞ്ഞാൽ വളരെ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം, ഈ ഒരു 7500 years, ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ ഈ ലിയോ 13 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിശാച് ദൈവത്തോട് ആവശ്യപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് 100 years. പിശാച് വളരെ ബുദ്ധിമാനാണ്. എന്തുകൊണ്ട് അത്തരം കാലഘട്ടം ആവശ്യപ്പെട്ടു? അത്രയും കാലഘട്ടത്തിൽ അവന്റെ ഈ ഒരു വിഷം അല്ലെങ്കിൽ വിശ്വാസത്തിന് തികച്ചും വിരുദ്ധമായ കാര്യങ്ങൾ ജനത്തിന്റെ ഉള്ളിലേക്ക് പകർത്തിവിട്ടാല് പിന്നീട് വരുന്ന തലമുറയ്ക്ക് വിശ്വാസത്തെക്കുറിച്ച് യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് അത് കിട്ടുന്നില്ല. അതാണ് അവിടെ ഒരു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും വിശ്വാസരഹിതമായ, സെക്കുലറിസ്റ്റായ ഒരു അന്ധവിശ്വാസികളുടെ, എത്തീസ്റ്റുകളുടെ ഒരു വലിയ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പിശാചിനെ കൊണ്ട് സാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവര് അവർ സർവശക്തി ഉപയോഗിച്ച് ഇത് നമ്മൾ പഠിപ്പിക്കണം, ഇത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം, നമ്മൾ ഇതിനു വേണ്ടി നിലകൊള്ളണം, നമ്മൾ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കണം, ഇത് നമ്മൾ വ്യാപിപ്പിക്കണം. അതാണ് നമ്മുടെ കടമ. അത് വളരെ കറക്റ്റാണ്. ഈ പത്രോസ്ലിയും പൗലോസ്ലിയും ഒക്കെ നമ്മളിപ്പോൾ ഇന്ന് തിരുനാൾ ആചരിക്കുന്ന വിശുദ്ധ പത്രോസ്ലിയും പൗലോസ്ലിയും ഒരു വളരെയധികം ദീർഘവീക്ഷണത്തോടെയാണ് തങ്ങളുടെ അജഗണത്തെ വളർത്തിയിരുന്നത്. ഇപ്പൊ ജോജി സൂചിപ്പിച്ചതുപോലെ അപ്പൊ അത്തരത്തിലൊരു വലിയൊരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ഈ തലമുറ മാത്രമേ വരും തലമുറ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഒരു പ്രബോധനം, ഒരു കലർപ്പില്ലാത്തൊരു പ്രബോധനം, സഭയുടെ ഒരു സമ്പത്ത് എന്താണ്. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് ഇപ്പം യുവജനങ്ങൾക്കായിട്ട് ഒരു അപകർഷത ബോധം, ആ വിശ്വാസത്തിന്റെ ഒരു മഹത്വം, അതിന്റെ ഒരു ഗ്ലോറി, അതിന്റെ ഒരു സമ്പത്ത്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു സമ്പത്ത് എന്താണെന്ന് പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു. ഇവിടെ ഒരു എന്താ പറയുക, ഒരു രത്നമുണ്ട്, പക്ഷെ ഇവർ പുറകെ പോകുന്നത് മറ്റേ ഈ ഏറ്റവും മൂല്യമില്ലാത്ത ചുമ്മാ കല്ലുകളുടെ പുറകെ ആയിരിക്കും ഇവർ പോകുന്നത്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ രത്നത്തിന്റെ മൂല്യം എന്താണ് എന്ന് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടവർ മറ്റ് പല കാര്യങ്ങളിലും വ്യാപൃതരാകുന്ന ഒരു സ്ഥിതിവിശേഷം. അത് തിരുത്തിയില്ലെങ്കിൽ സഭയ്ക്കുണ്ടാകുന്ന ഒരു അപജയം എന്ന് പറയുന്നത്, ഒരു ദുരന്തം എന്ന് പറയുന്നത് വളരെയധികം ഭയാനകം തന്നെയാണ്. തീർച്ചയായിട്ടും കർത്താവ് സഭയോടൊപ്പമുണ്ട്, കർത്താവ് സഭയെ കൈവിടില്ല. പക്ഷേ നാം ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളിൽ സഭയായിരിക്കണം. ജാഗ്രത പാലിക്കേണ്ട സമയത്ത് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കർത്താവ് സഭയുടെ ചെവിക്ക് പിടിക്കും എന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു വസ്തുത കൂടിയാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. തീർച്ചയായിട്ടും വിശുദ്ധ പത്രോസ് ശ്ലീഹയുടെയും പൗലോസ് ശ്ലീഹയുടെയും തിരുനാൾ ദിനത്തിൽ തന്നെയാണ് സഭയുടെ സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ സത്യവിശ്വാസത്തിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രബോധനങ്ങളിലൊക്കെ ലോകത്തിന്റെ കൈയടി നേടുവാൻ വേണ്ടി മാറ്റം വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു അവ്യക്തത കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അപജയം എന്ന് പറയുന്നത് ദൂരവ്യാപകമായിരിക്കും. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതിമാരകം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ഭവിഷ്യത്തൊക്കെ തിരിച്ചറിഞ്ഞ് കർത്താവ് എന്ത് വിചാരിക്കുന്നു എന്ന ചിന്തയോടുകൂടി തന്നെ പ്രബോധനങ്ങൾ നൽകുവാൻ, സഭയെ പടുത്തുയർത്തുവാൻ സഭാ വിശ്വാസികൾക്ക്, ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ പ്രാർത്ഥന നമുക്ക് ശക്തിപ്പെടുത്താം. നമ്മുടെ സഭയുടെ അധികാരികൾക്ക് വേണ്ടി, സഭാ നേതൃത്വത്തിനു വേണ്ടി, ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥന ശക്തിപ്പെടുത്താം. ആത്മീയ ആയുധങ്ങൾ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഭൗതികതയുടെ ഒരു അതിപ്രസരം ശക്തി പ്രാപിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അമിതമായ മതേതരത്വ ചിന്തകൾ ശക്തി പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മീയ ആയുധങ്ങൾ കൂടിയേ തീരൂ. അതുകൊണ്ട് ആത്മീയ ആയുധങ്ങൾ നമുക്ക് സംഭരിക്കാം. കർത്താവിന്റെ
കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം, പ്രാർത്ഥന ശക്തിപ്പെടുത്താം, സഭയ്ക്ക് വേണ്ടി, സഭാ നേതൃത്വങ്ങൾക്ക് വേണ്ടി, ക്രൈസ്തവ വിശ്വാസം സഭയിൽ കൂടുതൽ ആഴപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു വിഷയത്തെക്കുറിച്ച്, മറ്റൊരു ഈ വിശ്വാസപരമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്.